തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം ഭാഗികമായി പരിഹരിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് പമ്പിംഗ് ആരംഭിച്ചത്. ഇന്ന് തന്നെ പൂർണ്ണതോതിൽ കുടിവെള്ളം എത്തിക്കാനാകും എന്നാണ് പ്രതീക്ഷ. ഇതിനിടെ കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദവും കൊഴുക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ബോധപൂർവമായ വീഴ്ചയാണ് വിതരണം പുനഃസ്ഥാപിക്കുന്നത് വൈകിയതിന് കാരണം എന്ന് വി.കെ. പ്രശാന്ത് എം.എൽ.എ. ആരോപിച്ചു. വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോ നേമത്ത് ഞാൻ ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ചതാണ്. നേമത്ത് പണി നടക്കുമ്പോൾ 2-3 വാൽവുകൾ അടച്ച് ആ പണി നടത്താൻ വേണ്ടി കഴിയും. പക്ഷെ ഇവിടെ സംഭവിച്ചത് അരുവിക്കരയിൽ തന്നെ ഷട്ട് ഡൌൺ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കി വെച്ചു. അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വലിയ വീഴ്ചയാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഞാനിന്ന് അതിനെ സംബന്ധിച്ച് പരാതികൾ നൽകും. ഇപ്പോ അടിയന്തരമായിട്ട് നടപടി പൂർത്തീകരിച്ച് പമ്പിംഗ് ആരംഭിച്ചു എന്നുള്ളതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കപ്പെടണം. പണ്ടുകാലത്ത് അരുവിക്കരയിൽ നമ്മൾ പ്ലാന്റ് അടക്കം നിർത്തിവെച്ച് പണികൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രയാസം ഇപ്പോൾ നഗരത്തിലുണ്ടായി എന്നുള്ളത് ചില ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച തന്നെയാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കത്ത് നൽകുന്നത്. അതുമാത്രമല്ല, അരുവിക്കരയിൽ വെള്ളമില്ലാതായാൽ നഗരവാസികൾക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ ഇതിന് പകരം സോഴ്സ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിന്റെ 2000 കോടി രൂപയുടെ പ്രോജക്ട് ഉണ്ട്. ആ പ്രോജക്റ്റിൽ തിരുവനന്തപുരം നഗരത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള പുതിയ പദ്ധതിക്ക് ഗവൺമെന്റ് തുടക്കമിടണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. അതും മന്ത്രിയുടെ കത്തിൽ ചൂണ്ടിക്കാണിക്കും. എന്തായാലും നഗരസഭ വളരെ കൃത്യമായി ഇടപെട്ടു. കാരണം 48 മണിക്കൂറിൽ പ്രശ്നം പരിഹരിക്കുമെന്നുള്ളൊരു അറിയിപ്പാണ് വാട്ടർ അതോറിറ്റി നൽകിയത്. അതിന്റെ യോഗങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. അപ്പോൾ അവിടെയും വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഴ്ചകളടക്കം ഗവൺമെന്റ് പരിശോധിക്കണം. തിരുവനന്തപുരം നഗരത്തിൽ ഈ സംവിധാനത്തിൽ ഇടപെട്ട് പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കാനും ഗവൺമെന്റ് തയ്യാറാകണമെന്ന് കൂടി ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അഭ്യർത്ഥിക്കുകയാണ്. അതേസമയം തലസ്ഥാനത്ത് ജലവിതരണം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ലഭ്യമാകുന്ന വെള്ളം സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണമെന്നും വെള്ളം ശുദ്ധീകരിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. ലഭ്യമാകുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കണം. കുടിവെള്ളം തിളപ്പിച്ച് ആറിയതിന് മാത്രം ശേഷം ഉപയോഗിക്കുക. കുട്ടികൾ, കിടപ്പ് രോഗികൾ, വൃദ്ധജനങ്ങൾ എന്നിവർക്ക് വായ കഴുകാനും കൈ കഴുകാനും തിളപ്പിച്ചാറിയ വെള്ളം നൽകുന്നതാണ് ഉത്തമം എന്നും പാചകത്തിനും പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിനും കൈയും വായും വൃത്തിയാക്കുന്നതിനും ക്ലോറിനേറ്റ് ചെയ്ത് ഉപയോഗിക്കണമെന്നും അറിയിപ്പിൽ ഉണ്ട്.